4 ഓവർ 3 വിക്കറ്റ്. ദുബായിലെ ഗാലറിയിലുണ്ടായിരുന്നവരിൽ മാത്രമല്ല, ഇങ്ങ് 3000 കിലോമീറ്റർ അകലെ ടി വിക്ക് മുന്നിലിരുന്ന് കളി കണ്ട ഇന്ത്യൻ ആരാധകരുടെയും ചങ്കിടിപ്പേറിയ നിമിഷങ്ങളായിരുന്നു അത്. ടൂർണമെന്റിൽ അടിമുടി ആധിപത്യം സ്ഥാപിച്ച ഇന്ത്യൻ സംഘം കലാശക്കളിയിൽ പരുങ്ങലിലാകുന്ന കാഴ്ച. അവിടേക്കാണ് തിലക് വർമ്മയ്ക്കൊപ്പം ബാറ്റ് വീശാൻ സഞ്ജു സാംസൺ എത്തുന്നത്. ശരിക്കും കൈവിട്ടെന്ന് തോന്നിച്ച കിരീടം ഇന്ത്യ തിരികെ പിടിക്കാൻ തുടങ്ങിയത് അവിടെ നിന്നാണെന്ന് പറയാം. ആ സമയത്ത് അങ്ങനെയൊരു കൂട്ടുകെട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ മറ്റൊന്നാകുമായിരുന്നു ഏഷ്യ കപ്പ് ഫൈനലിന്റെ കഥ. മത്സരം കണ്ടിരുന്ന ഇന്ത്യൻ ആരാധകരെല്ലാം നിശബ്ദരായിരുന്ന നിമിഷത്തിലായിരുന്നു തിലകും സഞ്ജുവും ക്രീസിലൊന്നിക്കുന്നത്. കരുതലോടെയുള്ള ഇരുവരുടെയും ബാറ്റിംഗ് ചിലരെയെങ്കിലും 2011 ഏകദിന ലോകകപ്പ് ഫൈനൽ വേദിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കാം. ഏറെക്കുറെ സമാനമായിരുന്നു അന്നത്തെയും സാഹചര്യം. 7 ഓവർ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഇന്ത്യക്ക് ഓപ്പണർമാരായ വീരേന്ദർ സെവാഗിനെയും സച്ചിൻ തെണ്ടുൽക്കറെയും നഷ്ടമായി. 275 എന്ന ലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 31-ന് 2 എന്ന നിലയിലേക്ക് വീണ സമയം. സ്വന്തം മണ്ണിൽ ലോകകപ്പ് എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ ലങ്കയ്ക്ക് മുന്നിൽ ഇന്ത്യക്ക് അടിയറവ് പറയേണ്ടി വരുമോ എന്ന തോന്നിച്ചെടുത്ത് നിന്ന അനുഭവ സമ്പത്തിന്റെ ധൈര്യവുമായി ഗൗതം ഗംഭീറും ചെറുപ്പത്തിന്റെ ചുറുചുറുക്കുമായി വിരാട് കോഹ്ലിയും ചേർന്ന കഥ മാറ്റിയെഴുതി. 3-ാം വിക്കറ്റിൽ ഇരുവരും ചേർന്നടിച്ചെടുത്തത് നിർണായകമായ 83 റൺസ്. കളിയുടെ നിയന്ത്രണം ഇന്ത്യക്ക് തിരികെ ഏൽപ്പിച്ച കൂട്ടുകെട്ട്. പിന്നെ ധോണിയുടെ ഇന്നിങ്സ്, സിക്സർ അടിച്ചുകൊണ്ടുള്ള ആ ഫിനിഷിംഗ്, വിശ്വം ജയിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആഘോഷം. 2011 ലോകകപ്പ് ഫൈനലിലെ ഗംഭീറിന്റെയും കോഹ്ലിയുടെയും കൂട്ടുകെട്ട് പോലെയായിരുന്നു തിലക് വർമ്മയുടെയും സഞ്ജു സാംസണിന്റെയും ബാറ്റിംഗ്. ചീട്ടുകൊട്ടാരം പോലെ തകരുമെന്ന് തോന്നിച്ച ഇന്ത്യയെ ഇരുവരും പിടിച്ചു നിർത്തി 57 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി. സഞ്ജുവിന്റെ പുറത്താകലിന് ശേഷമെത്തി തകർത്തടിച്ച ശിവം ദുബെയും കയ്യടി അർഹിക്കുന്നുണ്ട്. സ്റ്റാറ്റ്സ് മാത്രം കാണുന്നവർക്ക് T20 ക്രിക്കറ്റിലെ മോശം ഇന്നിംഗ്സുകളുടെ പട്ടികയിലേക്ക് മാത്രമായിരിക്കും ഈ പ്രകടനങ്ങളെ ചേർത്ത് വയ്ക്കാനാകുക. എന്നാൽ 2025 ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് ഫൈനൽ നേരിൽ കണ്ടവർ കാലം എത്ര കഴിഞ്ഞാലും ഈ പ്രകടനങ്ങളെ വാഴ്ത്തിപ്പാടും.